ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ പാല് കവറ് കൊണ്ട് പാത്രങ്ങളൊക്കെ തേക്കുന്ന പാൽ കവറും നമ്മളെ ഡിഷ് വാഷറിൻ്റെ ബാറാണ്, ലിക്വിഡല്ല. അതുകൊണ്ട് ഞാൻ പാത്രങ്ങളിന്ന് കഴുകുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നല്ല സിൽവർ പാത്രങ്ങളെ പോലെ നമുക്ക് തിളക്കിയെടുക്കാൻ പറ്റും. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ വെങ്കല പാത്രങ്ങൾ, അതായത് വിളക്ക്, കിണ്ടി അങ്ങനെയൊക്കെ ഉള്ള അത് ഒരു പൊങ്കാലയിടുന്ന ഒരു പാത്രം, നല്ല കറുത്തിരുന്ന പാത്രം, അതൊക്കെ ഞാൻ കഴുകുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കാണ്ട് പോയി. അത് കുറച്ച് മുമ്പ് ഇട്ടിരുന്നതാണ്. നിങ്ങളെല്ലാവരും പോയെന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണത്. ഇപ്പോൾ ഞാനിത് സാധാ നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങൾ കഴുകുന്നതാണ്. ഞാനിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം പുറത്ത് പൈപ്പിൻ്റെ മൂട്ടിൽ പോയിട്ടാണ് വിളക്കൊക്കെ തേക്കുന്നത്. ഇപ്പോൾ അടുക്കളയ്ക്ക് വെച്ചിട്ടല്ല വിളക്കെല്ലാം തേക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്ത് വിളക്ക് തേക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൊണ്ടിൻ്റെ ചകിരി ഉണ്ടല്ലോ, അതിട്ടാണ് തേക്കുന്നത്. അത് അവിടെ ഉണ്ടായിരുന്നില്ല. കാക്കയും കണ്ട് എടുത്തുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നുണ്ട്. അന്നേരം ഞാൻ വേറെ അകത്ത് കയറി വരാൻ മടിച്ചിട്ട് പാലിൻ്റെ കവർ അവിടെ വെച്ചിരുന്നു. നമ്മൾ ഹരിതസേനയ്ക്ക് കൊടുക്കുമല്ലോ, അതിന് കൊടുക്കാൻ വേണ്ടി ഒരു പാക്കറ്റിലിട്ട് ചാക്കിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു കവറെടുത്തിട്ട് ഞാനിങ്ങനെ ഈ ഡിഷ് വാഷർ അവിടെ തന്നെ ഉണ്ട്, എടുത്ത് ഞാൻ തേച്ച് നോക്കി. ദൈവമേ, ഞാൻ അന്തം വിട്ടുപോയി. എന്തോരം തിളക്കമായിരുന്നു എന്നറിയോ. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇതൊക്കെ ഇട്ടല്ലേ ചെയ്യുന്നത്, പുളിയോ മറ്റേ വിനാഗിരിയോ ഇലുമ്പം പുളിയോ അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ടിപ്സ് പറയുന്നതും തേക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെ തേക്കുന്നത്. പുളി നമ്മൾ ആവശ്യത്തിന് പിഴിഞ്ഞതിൻ്റെ കൊത്ത് വെച്ചേക്കുന്നതിനെയൊക്കെ എടുത്തിട്ടാണ് ഞാനും തേച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. പിന്നെ അല്ലെങ്കിൽ ചുടുകല്ലിൻ്റെ പൊടി പിന്നെ വാങ്ങാൻ കിട്ടും, വിളക്കൊക്കെ തേക്കുന്ന പൊടികളൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഇട്ട് തേച്ചാൽ നമ്മളെ പാത്രത്തിൻ്റെ ഷെയ്ഡുകളും വരും, അതിൻ്റെ ആ തിളക്കവും പോവും. പിന്നെ ഈ പുളിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്താൽ നമുക്ക് പിറ്റേ ദിവസം മുതൽ നല്ല കറുവൽ വരും. അതേസമയം ഞാനിങ്ങനെ അത് തേച്ചു, ഞാൻ അന്തം വിട്ടു പോയി. എങ്ങനെ പോയാലും നമ്മൾ തുടച്ച് ചെയ്യാനാണെങ്കിൽ അത് ഒരാഴ്ച കൂടുതൽ ഇരിക്കും. പിന്നെ വിളക്കിൽ നമ്മൾ തിരി വരുന്ന കറുപ്പ് വരുമല്ലോ, അത് കാരണം നമ്മൾ ദിവസവും നമുക്ക് കഴുകിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പടത്തിന് മുമ്പ് ഇരിക്കുന്ന വിളക്ക് നമ്മൾ ദിവസവും കഴുകണമല്ലോ. അതല്ലാതെ ഒരു ഇതുമില്ല. നോക്കി, ഞാൻ ഒരു പാനാണ് ചെയ്യുന്നത്. ഇത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആ പാനല്ല, ഇത് ഫ്രൈ പാൻ, മറ്റേ ഗ്ലാസ് പാനില്ലേ അതുപോലത്തതാണ്. ഇതിന് സാധാരണ ചകിരിയിട്ട് തേച്ചാൽ അതിന് സ്ക്രാച്ചൊന്നും വരാറില്ല. ഇതെനിക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള ഇതാണ്. ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതിൽ സ്പൂണിട്ട് നമ്മളിങ്ങനെ ഇളക്കിയാൽ സ്ക്രാച്ച് വീഴില്ലേ എന്ന്. ഇതിലൊന്നും വീഴത്തില്ല. അതായത് നല്ല അടിപൊളിയാണ്. നോക്കി, ആ കരിഞ്ഞിരുന്ന കണ്ടോ, മൊത്തം കണ്ടോ തേച്ച് ഇളക്കിയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തിനാ വെറുതെ സ്ക്രബ്ബർ വാങ്ങിച്ച് ആ ഉള്ള സ്ക്രബ്ബർ അത്രയും പൊടിഞ്ഞ് ഉള്ളിനകത്ത് ഇറങ്ങി പോയിട്ട് നമ്മൾ ശ്രദ്ധിക്കുമോ? അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരുന്നാൽ അത് പോകത്തില്ലേ? എനിക്ക് തന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ആഹാരത്തിൽ ഇടയ്ക്ക് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരുടെയും മിണ്ടിയിട്ടില്ല. പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അതൊന്നും യൂസ് ചെയ്യാണ്ട് ഒരു 10 പൈസ ചിലവില്ലാതെ നമുക്ക് ഒരു പാല് കവർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ട് തിളക്കം നോക്കുമോ, നമ്മൾ വെള്ളി പാത്രങ്ങൾ പോലെ തന്നെയാണ് അതിരിക്കുന്നത് കഴുകിയെടുക്കുമ്പോൾ. ഏത് പാത്രവും ഞാൻ അതാണ് ഇവിടെ കാണിക്കുന്നത്. പാൻ കാണിച്ചു, സ്റ്റീൽ പാത്രം, വെങ്കല പാത്രം എല്ലാം കാണിച്ചു. ഇത് കണ്ടോ, മഗ്, നമ്മൾ ചായ കുടിച്ചതിൻ്റെ അതിനകത്തിരിക്കുന്ന ഫുൾ കറുവലും പോയിട്ട് നല്ല എന്താ പിച്ചി പോകുമെന്ന് പറയത്തില്ല. ഇത് ചായ രാവിലെ ഇട്ട പാത്രമാണ്. ഇത് ചായപാത്രമായാലും കരിഞ്ഞ ചീനിച്ചട്ടികളായാലും എങ്ങനത്തതായാലും നമുക്ക് വൃത്തിയാക്കിയതെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കൂടെ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നിങ്ങൾ കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അത് കാണണത്. അപ്പോൾ പാൽപാത്രം, ഞാൻ ചായ ഇടുന്ന പാത്രം ഞാൻ കഴുകിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാവേ. നോക്കിക്കേ, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിനകത്തൊരു ചെറിയ കറുകൽ ഉള്ളത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ശകലം ഒന്ന് ചളുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലിരിക്കുന്ന സംഭവം ആ വര, അത് നമ്മൾ എത്രയായിട്ട് കഴുകിയാലും പോകത്തില്ല. ഇനി ഞാനിട്ട് വേറെ എന്തെങ്കിലും ഇട്ടൊക്കെ ചുരണ്ടിയൊക്കെ എടുത്താൽ അത് പൊത്തുപോകും. അത് കാരണം അത് അങ്ങനെ വെച്ചേക്കുക. സ്പൂണായാലും എന്ത് സാധനമായാലും തിളക്കത്തോടെ തിളക്കുക. ഞാൻ അതിന് ശേഷം പിന്നെ ഞാനിവിടെ സ്ക്രബ്ബർ വാങ്ങിയിട്ടുമില്ല.
ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇതിപ്പോൾ ഫുള്ളും നമ്മളത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിങ്ക് ഒന്ന് തേച്ച് കഴുകുക. അത്രയും ചെയ്ത സിങ്കിന് ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ചിരട്ടയൊക്കെ ഒരുപാട് വരത്തില്ലേ, നമ്മൾ തേങ്ങ തിരുമുന്നത്. പുറത്ത് അടുപ്പ്, ഒരു ചെറിയൊരു അടുപ്പുണ്ട്, പക്ഷെ അത് നമുക്ക് സാധാരണ പാചകമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഞാൻ ചാമ്പൽ എടുത്തുകൊണ്ട് വന്നിട്ട്, ചാമ്പലല്ല, നമുക്ക് ഈ സോപ്പ് വെച്ച് തന്നെ ബാർ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചാമ്പലാകുമ്പോഴത്തേനും ഞാൻ അത് കാണിക്കാൻ നമ്മളെ കയ്യിൽ കരിയൊന്നും ആകത്തില്ല. അത് കാണിക്കാനാണ് ചാമ്പൽ തന്നെ എടുത്തുകൊണ്ട് വന്നത്. ചാമ്പലിട്ട് നമ്മൾ കരിപാത്രങ്ങൾ തേച്ച് കഴുകിയാൽ നമ്മളെ കൈ മൊത്തം ചീത്തയാകത്തില്ലേ. പക്ഷേ അതൊന്നുമില്ല. അത് നോക്കി പള പള പളാന്ന് നോക്കുക, കല വിരിക്കുന്നത് നോക്കി. ഇനി ആ സൈഡും കൂടെ ഉണ്ട്, പക്ഷെ ഞാനത് തേച്ചിട്ടില്ല. കാരണം മതി, നമുക്ക് അത്രയും മതി. ഇത് ഞാൻ ചോറൊന്ന് വയ്ക്കുന്ന പാത്രമല്ല, പുറത്ത് വെച്ചിട്ട് എനിക്ക് കൂടെ ഞാൻ ചൂടുവെള്ളം പിടിക്കുന്ന ഒരിതുണ്ട്. ഗ്യാസിലൊന്നും വെച്ച് ഞാൻ കത്തിക്കാറില്ല. ചിരട്ട കുറച്ച് കൂടുമ്പോൾ, പേപ്പറുകളും ഒക്കെ കൂടുമ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ ഇതും കൂടെ പോകും അത്. പക്ഷേ എനിക്കത് ഞാൻ ഇനി ചെയ്യുന്നില്ല. നിങ്ങളെ കാണിച്ചു തന്നാൽ മാത്രം മതിയല്ലോ. ഇതിൻ്റെ ഒരു മാജിക്ക്, ആ ഒരു പാൽ കവറിൻ്റെ ഒരു മാജിക്ക് കണ്ടോ. കൈക്കൊന്നും ഒരു കറുപ്പോ കറുവലോ ഒന്നും വന്നിട്ടില്ല കണ്ടോ. നമ്മൾ അതേസമയം ചകിരിയൊക്കെ ഇട്ട് കരിപ്പാത്രം തേച്ചാൽ നമ്മളെ കൈ മൊത്തം നമ്മൾ കറുത്ത്, നഖത്തിൻ്റെ ഇടയൊക്കെ നല്ല കറുത്ത് വാരി വരും. ഇനി ഞാനത് ഈ സിങ്കും കൂടെ കഴുകുന്നതാണ്. എന്തോരം തിളക്കമാണെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ഇപ്പം തന്നെ നോക്കിയേ എന്തോരം തിളക്കമാണെന്ന്. ടൈലിടാത്ത അടുക്കളയാണ് ഇത്. റെഡ് ഓക്സൈഡാണ് ആ കിടക്കുന്നത്. അതൊക്കെ നോക്കിയോ, അത് പളപളായിരിക്കുന്നത്. ഞാനതിൽ ചുവരിലൊട്ടിച്ചേക്കുന്നത് നമ്മുടെ വാൾപേപ്പറാണ് ഒട്ടിച്ചേക്കുന്നത്. ടൈലിട്ടിട്ടില്ല വീട്ടിൽ. ഇപ്പോൾ നോക്കിയ സിങ്കിനൊന്നും എന്തോരം തിളക്കമാണ്. മീനിൻ്റെ നാറ്റവും നമ്മളെന്തെങ്കിലുമൊക്കെ കഴുകിയിട്ടൊക്കെ വരുന്ന എണ്ണ ഒഴുക്കുമൊക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഇത്രയും പാത്രം കഴുകുമ്പോൾ നമുക്കതങ്ങനെ ഇരിക്കത്തില്ലേ. ഇത് അങ്ങനെ ഒന്നും ഒരു ഇതില്ല. നമുക്കിനി ഒരു 2-3 യൂസും കൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു പാൽ കവർ നമ്മളെടുത്താൽ 2-3 യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് കൊടുത്ത് അതിനെ ക്ലീൻ ചെയ്യിപ്പിച്ചാൽ മതി. ക്ലീൻ ചെയ്യിപ്പിച്ചാൽ മതിയല്ല, പുറത്ത് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം നമുക്ക്. നോക്കി ആ ടാപ്പിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നത് നോക്കി. സ്ക്രബ്ബർ വാങ്ങിച്ച് വെറുതെ പൈസ കളഞ്ഞ് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ആ മെറ്റലിൻ്റെ അംശവും സ്പോഞ്ചിൻ്റെ അംശമൊന്നും കളയിക്കാണ്ട് നമ്മൾ സ്ഥിരം വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന ആ പാൽ കവർ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും ക്ലീനിങ് ചെയ്തത്. അത് നമുക്ക് ഒരു ദിവസം 1 യൂസ് വേണമെങ്കിൽ ചെയ്യാം. കാരണം നമ്മളെ വീട്ടിൽ എങ്ങനെ പോയാലും ഒരു പാൽ കവർ എന്നും ഉണ്ടാവും. ഫുള്ള് നമ്മൾ 2 കവറൊന്നും എടുത്തില്ലെങ്കിൽ പോലും, സാധാരണ ആളിൻ്റെ ഒരു വീട്ടിൽ പോലും നമുക്കൊരു കവർ എന്തായാലും കാണും. അന്നന്നുള്ളത് തന്നെ നമുക്കെടുത്ത് അന്നന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് നമുക്കിത് ഭയങ്കര ഒരു ഉപകാരമാണ്. നമ്മുടെ കൈ ഗ്ലൗസ് ഇതൊന്നും ഇട്ട് കറക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിൽ ചാമ്പലോ ചാരമോ കരിയോ ഒന്നും ആകത്തില്ല. നല്ല സൂപ്പറായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.